നമസ്കാരം. കാറ്റടിച്ചാൽ വീഴുന്ന വാഴകളല്ല, കൊടുങ്കാറ്റായി മാറുന്ന വാഴകളാണവർ. ഇൻസ്റ്റയിൽ വീഡിയോകളും റീൽസും അപ്ലോഡ് ചെയ്തിരുന്ന ആ പയ്യന്മാരെ കാണാൻ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ 200 കോടി ക്ലബ്ബിലെത്തി സർവ്വകാല റെക്കോർഡിലേക്ക് നീങ്ങുന്ന വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന ചിത്രത്തിലെ നായകർക്ക് കിട്ടുന്ന സ്വീകാര്യത ഏവരെയും അമ്പരപ്പിക്കുകയാണ്. സൂപ്പർ സ്റ്റാറുകൾ വന്നാൽ പോലും ഇല്ലാത്ത ആൾക്കൂട്ടമാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങളായ ഹാഷിർ, അലൻ, അജിൻ, വിനായക് എന്നിവരെ കാണുമ്പോഴുണ്ടാകുന്നത്. ന്യൂസ് ഇൻഡപ്പ് ഇന്ന് ചർച്ച ചെയ്യുന്നു മല്ലുവുഡിലെ ജെൻസി വിപ്ലവം. മുതുക്കന്മാർ നിയന്ത്രിക്കുന്ന ലോകമെന്നായിരുന്നു മലയാള സിനിമയെക്കുറിച്ച് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നത്. കാൽ നൂറ്റാണ്ട് മുതൽ അരനൂറ്റാണ്ട് വരെ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ തുടരും. അഭിനേതാക്കളും ടെക്നീഷ്യൻസുമാരുമൊക്കെ ഏറെയും പരിചയസമ്പന്നർ. അവൻ്റെ മകനും ഇവൻ്റെ മകനുമായി സിനിമയിലുള്ളത് ഏറെയും നെപ്പോ കിഡ്സ് ആയിരുന്നു. ആ വാട്ടർ സൈഡ് കമ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുടെ കുത്തൊഴുക്കുണ്ടാകുന്നത്. ഇവിടെ നമുക്ക് 22 വയസ്സ് മാത്രമുള്ള എഡിറ്റർമാരെ കാണാം, 23-ാം വയസ്സിൽ സിനിമ ചെയ്യുന്ന ക്യാമറമാന്മാരെ കാണാം, 20കളിൽ നിൽക്കുന്ന നിരവധി നായകരെ കാണാം. എന്തിന്, വാഴ 2-വിലെ അടബൊമ്മാലെ ഹിറ്റായ ഗാനം എഴുതിയ കാർത്തികിന് വെറും 22 വയസ്സാണ് പ്രായം. വർഷങ്ങളായി അസിസ്റ്റൻ്റായി ജോലി ചെയ്ത് ആട്ടും തുപ്പും കേട്ട് അവസാനം തല നരച്ചു തുടങ്ങുമ്പോൾ മാത്രം ഒരു സിനിമ ചെയ്യാൻ അവസരം കിട്ടുന്ന പഴയ കാലം മാറി. മലയാള സിനിമയിലും അക്ഷരാർത്ഥത്തിൽ ജെൻസി വിപ്ലവം നടക്കുകയാണ്. അത് പ്രായം കുറഞ്ഞ നടന്മാരും നടികളും സാങ്കേതിക വിദഗ്ധരും ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമല്ല, ഭാഷയിലും പ്രമേയത്തിലുമൊക്കെ അടിമുടി ജെൻസി ആവുകയാണ് മലയാള സിനിമ. മതം, വിശ്വാസം തുടങ്ങിയ പല പരമ്പരാഗത ധാരണകളെയും അവർ സിനിമയിലൂടെ ചോദ്യം ചെയ്യുന്നു. നേരത്തെയും യുവനടന്മാർ മലയാളത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ ആവുമ്പോൾ മോഹൻലാലിന് പ്രായം വെറും 26 വയസ്സാണ്. ഇന്ത്യൻ സിനിമയിലെ മാത്രമല്ല, ലോക സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സൂപ്പർ സ്റ്റാർ. ലാലേട്ടന് ശേഷം നിരവധി യുവതാരങ്ങളെ മലയാളം കണ്ടു. അനിയത്തി പ്രാവ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ നായകനാകുമ്പോൾ കുഞ്ചാക്കോ ബോബന് വെറും 21 വയസ്സായിരുന്നു പ്രായം. 20-ാം വയസ്സിൽ നന്ദനത്തിലൂടെ അരങ്ങേറി വെറും 24-ാം വയസ്സിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ പൃഥ്വിരാജും മലയാള സിനിമയുടെ അഭിമാനമായി. അതിനുശേഷമാണ് വെറും 23-ാമത്തെ വയസ്സിൽ 100 കോടി ക്ലബ്ബിലെത്തിയ സിനിമയുടെ നായകൻ എന്ന കീർത്തിയുള്ള നസ്ലൻ കെ ഗഫൂർ എന്ന യുവനടൻ വന്നത്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമുലു എന്ന ചിത്രം നെസ്ലിനെ പാൻ ഇന്ത്യൻ യൂത്ത് സൂപ്പർ സ്റ്റാറാക്കി. പക്ഷേ യൂത്തിൽ നിന്ന് ജെൻസിയിലേക്കുള്ള പരിവർത്തനം നിർവഹിക്കുന്നത് വാഴ 2 എന്ന സിനിമയാണ്. സൂപ്പർ താര സിനിമകൾക്കും വലിയ ബജറ്റുകൾക്കും അപ്പുറം റിയലിസ്റ്റിക് ആയ പ്രമേയങ്ങളാണ് 2011-ൽ ട്രാഫിക് എന്ന സിനിമ തൊട്ട് മലയാളത്തിൽ വന്ന നവതരംഗത്തിൻ്റെ കാതൽ. എന്നാൽ ആ ന്യൂജനിൽ നിന്ന് ജെൻസിയിലേക്ക് മലയാള സിനിമയും മാറുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ നടനാകാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പടിപടിയായി കയറി വരേണ്ട കാര്യമില്ല. ചാൻസ് ചോദിച്ച് നടന്ന് ചെരുപ്പ് തേയേണ്ട കാര്യവുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാം. വാഴ 2 താരങ്ങൾ ഇൻസ്റ്റഗ്രാം സന്തതികളാണ്. അതിലൂടെയാണ് അവർ കഴിവ് തെളിയിച്ചത്. ഹാഷിർ, അലൻ, അജിൻ, വിനായക് തുടങ്ങിയ ഇൻസ്റ്റഗ്രാം താരങ്ങൾക്ക് സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പെയുള്ള വൻ സ്വീകാര്യത സിനിമയുടെ വിജയത്തിൽ നിർണായകമായി. തിയേറ്ററുകളെ റീൽ സ്റ്റുഡിയോകളാക്കി മാറ്റുന്ന രീതിയിലുള്ള ആവേശം യുവ പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചു. മുൻനിര താരങ്ങളില്ലെങ്കിലും കഥയും അവതരണവും മികച്ചതാണെങ്കിൽ സിനിമ വിജയിക്കുമെന്ന് വാഴ തെളിയിച്ചു. മലയാള സിനിമയിലെ സംഭാഷണ ശൈലിയിൽ വലിയ മാറ്റം വന്നു. ഇന്നത്തെ തലമുറ സംസാരിക്കുന്ന സ്വാഭാവികമായ ഭാഷയും സ്ലാങ്ങുകളും തമാശകളും ഒക്കെ സിനിമയുടെ ഭാഗമായി. ഗൗരവമേറിയ ഈ വിഷയം അങ്ങേയറ്റം രസകരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നതാണ് ഈ സിനിമയുടെ വിജയം. ഒന്നിനും കൊള്ളാത്ത വാഴകളെന്ന് മുദ്രകുത്തപ്പെട്ട 4 യുവാക്കളുടെ കഥയാണിത്. 18 മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള ഇവർ കൗമാരത്തിലെ സൗഹൃദങ്ങളും ജീവിതത്തിലെ വെല്ലുവിളികളും അതിജീവിച്ച് മുതിർന്നവരാകുന്ന ഘട്ടത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. സമൂഹവും വീട്ടുകാരും നിശ്ചയിച്ച വിജയമാതൃകകളിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ സമ്മർദ്ദം അനുഭവിക്കുന്ന യുവതലമുറയുടെ നേർചിത്രമായി ഇത് മാറി. വാഴ ഒരു സിനിമ എന്നതിലുപരി ഒരു തലമുറയുടെ വികാരമായി മാറുകയാണ്. ഈ ചിത്രത്തിലെ 4 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ ആരാധകരുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരായ സുഹൃത്തുക്കളാണ്. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും മറ്റും പരിചിതനായ ഹാഷിറാണ് നായകൻ. ഹാഷിറിനൊപ്പം തന്നെ റീലുകളിൽ സജീവമായ അലൻ ചിത്രത്തിൽ സ്കൂൾ കാലഘട്ടത്തിലെ തമാശ രംഗങ്ങളിൽ മികച്ച കെമിസ്ട്രിയാണ് കാഴ്ചവെച്ചത്. അതുപോലെയാണ് ആ ടീമിലെ വിനായകും. സിനിമയിലെ ഇമോഷണൽ രംഗങ്ങളിൽ വിനായകൻ്റെ പ്രകടനം സർപ്രൈസിംഗ് ആണെന്ന് നിരൂപകർ അഭിപ്രായപ്പെടുന്നു. അജിനും ഇവരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. തങ്ങളുടെ റീലുകളിൽ അവതരിപ്പിക്കുന്ന അതേ പേരും ഏതാണ്ട് അതേ ശൈലിയും തന്നെയാണ് ഇവർ സിനിമയിലും പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് സിനിമയോട് കൂടുതൽ അടുപ്പം തോന്നാൻ കാരണമായി. വെറും തമാശ വീഡിയോകൾ ചെയ്യുന്നവരിൽ നിന്ന് മികച്ച അഭിനയശേഷിയുള്ള നടന്മാരിലേക്കുള്ള മാറ്റം നിരൂപകർ എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ 2ാം പകുതിയിലെ വികാരാധീനമായ രംഗങ്ങളിൽ ഈ യുവാക്കളുടെ പ്രകടനം മികച്ചതായിരുന്നു. ശരിക്കും വാഴ സിനിമയിലെ കഥ പോലെയാണ് ഇവരുടെ ജീവിതവും. +2-ന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഹാഷിർ പിന്നീട് ഹിസ്റ്ററിയിലാണ് ബിരുദം പൂർത്തിയാക്കിയത്. തോൽക്കുമെന്ന് കരുതി സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരിക്കെയാണ് പരീക്ഷയിൽ വിജയിച്ചത്. എന്നാൽ തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പരാജയപ്പെട്ടതിനാൽ അവർക്കൊപ്പം ചേരാനായി പഠനത്തിൽ 1 വർഷത്തെ ഇടവേളയെടുത്തു. ആ സമയത്താണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഹാഷിറി എന്ന പേരിൽ 3 മില്യണിലധികം ഫോളോവേഴ്സുള്ള ഒരു വലിയ സോഷ്യൽ മീഡിയ സെൻസേഷനായിരുന്നു ഹാഷിർ.
ഹാഷിറിന്റെ സുഹൃത്തിന്റെ സുഹൃത്തായ അലൻ തുടക്കത്തിൽ ഇവരുടെ വീഡിയോകളുടെ ഭാഗമായി മാറുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഈ പയ്യനും വലിയ ജനപ്രീതി നേടി. ഹാഷിറും അജിനും സ്കൂൾ കാലം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു. വിനായക് ഇവരോടൊപ്പം +1 കാലഘട്ടത്തിലാണ് ചേരുന്നത്. ഇവർ 4 പേരും ചേർന്നാണ് വീഡിയോകൾ ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയയിലെ ഇവരുടെ സ്വാഭാവികമായ പ്രകടനമാണ് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നത്. ഇവർ കേവലം സഹപ്രവർത്തകരല്ല, മറിച്ച് ജീവിതത്തിലെ യഥാർത്ഥ സുഹൃത്തുക്കൾ കൂടിയാണ്. ഇവരുടെ റീലുകളിലെ കെമിസ്ട്രി തിരിച്ചറിഞ്ഞ തിരക്കഥാകൃത്തും നിർമ്മാതാവുമാണ് ഇവരെ സിനിമയിലേക്ക് എടുക്കുന്നത്. സാധാരണക്കാരായ യുവാക്കളുടെ പ്രശ്നങ്ങളും തമാശകളും അവതരിപ്പിക്കാനുള്ള ഇവരുടെ കഴിവ് മലയാള സിനിമയിലെ ബിഗ് സ്ക്രീൻ സാധ്യതകളെ മാറ്റി എഴുതുകയായിരുന്നു. സൂപ്പർ താരങ്ങളില്ലാതെ തന്നെ സോഷ്യൽ മീഡിയ താരങ്ങളെ വെച്ച് 200 കോടി ക്ലബ്ബിൽ കയറാമെന്ന് ഇവർ തെളിയിച്ചു. സിനിമ പൂർത്തിയാക്കിയാലും താൻ റീലുകൾ ചെയ്യുന്നത് നിർത്തുകയില്ലെന്നും സിനിമയും റീലുകളും 2 വ്യത്യസ്ത തലങ്ങളാണെന്നുമാണ് ഹാഷിറിന്റെ നിലപാട്. വാഴ 2 ഗാനങ്ങൾ എഴുതിയ സോഷ്യൽ മീഡിയ താരം കൂടിയായ കാർത്തികിന്റെ ജീവിതകഥയും സമാനമാണ്. തരംഗമായ അട ബൊമ്മാലി എന്ന ഗാനത്തിന്റെ വരികൾ എഴുതിയത് കാർത്തികാണ്. ഗാനരചയിതാവ് എന്നതിലുപരി മികച്ചൊരു നടൻ കൂടിയാണ് ഈ പയ്യനും. കാർത്തികിന് 22 വയസ്സാണ് പ്രായം. ഇൻസ്റ്റഗ്രാമിൽ തമാശ പറഞ്ഞ് പിക്കപ്പ് ലൈനുകൾ പറയുന്ന വീഡിയോകളിലൂടെയാണ് അവൻ തൻ്റെ സോഷ്യൽ മീഡിയ കരിയർ ആരംഭിക്കുന്നത്. തുടക്കകാലത്ത് പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള തമാശ കലർന്ന പിക്കപ്പ് ലൈനുകളും ഫ്ലർട്ടിംഗ് വീഡിയോകളുമാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. ഇക്കാലത്ത് ഒരു വാഴ എന്ന പേരുദോഷം ധാരാളം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ വെറും ഒരു ഇൻഫ്ലുവൻസറിൽ നിന്ന് ഗാനരചയിതാവായും നടനായും കാർത്തിക് വേഗത്തിൽ വളർന്നു. ഹാഷിർ, അലൻ എന്നിവരടങ്ങുന്ന സംഘത്തിൻ്റെ സോഷ്യൽ മീഡിയ വീഡിയോകളിലൂടെയാണ് കാർത്തികും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇവരുടെ തമാശ നിറഞ്ഞ വീഡിയോകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു കാർത്തിക്. ഒരു ഫ്ലാറ്റിൻ്റെ ടെറസിലിരുന്നാണ് താൻ പലപ്പോഴും പാട്ടുകൾക്ക് വരികൾ എഴുതുന്നതെന്ന് കാർത്തിക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബൊമ്മാലെ എന്ന വാക്ക് ആദ്യമേ നിശ്ചയിച്ച ശേഷമാണ് മറ്റു വരികൾ പൂർത്തിയാക്കിയത്. പുതുമയുള്ള വാക്കുകൾ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് താൻ ഇങ്ങനെ എഴുതിയതെന്നും ഒരു അഭിമുഖത്തിൽ കാർത്തിക് പറയുന്നുണ്ട്. വളരെ ലളിതവും എന്നാൽ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ തങ്ങുന്നതുമായ വരികൾ എഴുതുന്നതാണ് കാർത്തികിൻ്റെ ശൈലി. സോഷ്യൽ മീഡിയയിലെ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതി തുടങ്ങിയതാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശനത്തിന് വഴിയൊരുക്കിയത്. വാഴ ടീമിലെ മറ്റു താരങ്ങളെപ്പോലെ തന്നെ സ്വന്തം പ്രയത്നത്തിലൂടെയും സോഷ്യൽ മീഡിയയുടെ കരുത്തിലൂടെയും മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് എത്തിയ പ്രതിഭയാണ് കാർത്തിക്കും. ഹാഷിർ, അലൻ എന്നിവരോടൊപ്പമുള്ള തൻ്റെ സൗഹൃദമാണ് തനിക്ക് സിനിമാ രംഗത്തേക്ക് വഴി തുറന്നതെന്ന് കാർത്തിക് പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിലെ പ്രശസ്തമായ സ്റ്റാർ മാജിക്, മഴവിൽ മനോരമയിലെ ബമ്പർച്ചിരി എന്നീ പരിപാടികളിലൂടെയാണ് കാർത്തിക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനായത്. അദ്ദേഹത്തിൻ്റെ തമാശകളും പാട്ടുകളും ഈ ഷോകളിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാളത്തിൽ ന്യൂജൻ തരംഗം കൊണ്ടുവന്നതിൻ്റെ കീർത്തി അന്തരിച്ച സംവിധായകൻ രാജേഷ് പിള്ളയ്ക്കായിരുന്നെങ്കിൽ ജെൻസി തരംഗത്തിൻ്റെ തലതൊട്ടപ്പൻ വിപിൻ ദാസ് എന്ന സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ പ്രതിഭയാണ്. വിപിൻ ദാസ് എന്നത് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ്. ലളിതമായ കഥകളെ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹാസ്യത്തിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയാണ് വിപിൻ ദാസ്. സിനിമയോടുള്ള താല്പര്യം കൊണ്ട് സിനിമാ രംഗത്തേക്ക് എത്തിയ അദ്ദേഹം തുടക്കകാലത്ത് നിരവധി പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിൻ്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു 2016 ഇറങ്ങിയ മുത്തുഗൌവാണ് വിപിൻ ദാസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. ഒരു ആക്ഷേപഹാസ്യ വിഭാഗത്തിൽപ്പെട്ട ഈ പടം പക്ഷേ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി. അങ്ങനെ ആദ്യ ചിത്രത്തിൽ തന്നെ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞ വാഴ എന്ന പേര് കേൾപ്പിച്ചയാളാണ് വിപിൻ ദാസും. 2022 സോണി ലിവ് വഴി റിലീസ് ചെയ്ത അന്താക്ഷരി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സൈജു കുറുപ്പായിരുന്നു പ്രധാന വേഷത്തിൽ. ഇതിൻ്റെ 2ാം ഭാഗം താൻ ചെയ്യുന്നുണ്ടെന്ന് വിപിൻ ദാസ് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വിപിൻ ദാസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ ചിത്രം പിന്നീട് വന്ന ജയ 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 ഹേ ആയിരുന്നു. ദർശന രാജേന്ദ്രനും ബേസിൽ ജോസഫും പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഹാസ്യത്തിലൂടെ അവതരിപ്പിച്ച് വലിയ വിജയം നേടി. തുടർന്ന് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവരെ വെച്ച് വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം വലിയ പരാജയമായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്കി ഫ്രാഞ്ചൈസിയായ വാഴ വരുന്നത്. വാഴ 1, വാഴ 2 എന്നീ ചിത്രങ്ങളുടെ തിരക്കഥയും നിർമ്മാണവും അദ്ദേഹം നിർവഹിച്ചു. തൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് നാടൻ ടച്ചും അതേസമയം പുതുമയും നൽകാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. വാഴ പോലുള്ള സിനിമകളിലൂടെ വലിയ താരങ്ങളില്ലാതെയും സിനിമ വിജയിപ്പിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. പാരമ്പര്യത്തെ ബ്രേക്ക് ചെയ്യാനുള്ള അതിശക്തമായ നിരീക്ഷണമാണ് വിപിൻ ദാസിൻ്റെ സിനിമയിൽ ഉണ്ടാവുക. ജയ 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 ഹേ എന്ന സിനിമ നോക്കുക. സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ ഒരു പെൺകുട്ടിക്ക് അവസരം നൽകാത്ത ഒരു സമൂഹം. അവിടെ ഭാര്യയെ തല്ലൽ തൻ്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഭർത്താവ്. അവിടെയാണ് യൂട്യൂബ് നോക്കി കരാട്ടെ പഠിച്ച് തിരിച്ചു തല്ലുന്ന ഭാര്യയെ വിപിൻ ദാസ് അവതരിപ്പിച്ചത്. അതുപോലെ വാഴ 2 അൽഫോൺസ് പുത്രൻ്റെ പോലീസ് കഥാപാത്രം ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥന പഠിപ്പിക്കാനാണെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടണമോ എന്ന്. സിനിമയിൽ ബിജുക്കുട്ടൻ്റെ കഥാപാത്രം നിരന്തരമായി അരിഷ്ടം കഴിച്ച് ഒടുവിൽ ലിവർ സിറോസിസ് വന്ന് മരിക്കുകയാണ്. ഇത് കണ്ട് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന വരെ പ്രതിഷേധിക്കുന്നു. പക്ഷേ വിപിൻ പറഞ്ഞത് സത്യവും ശാസ്ത്രീയവുമാണ്. UK-ലേക്ക് മറ്റും പഠനത്തോടൊപ്പം ജോലി എന്ന് പറഞ്ഞു കയറുന്ന കുട്ടികളുടെ യഥാർത്ഥ അവസ്ഥയും അദ്ദേഹം വാഴയിൽ വരച്ചു കാട്ടുന്നു. എല്ലാ വിഷുക്കാലവും വരുമ്പോൾ മലയാളികൾ ട്രോളാക്കുന്നതാണ് ഒരാൾ പടക്കം പൊട്ടിക്കുന്നതിലൂടെ ഓടി വീഴുന്നത്. പക്ഷേ ബിജുക്കുട്ടൻ ചിത്രത്തിൽ ആ പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അതാണ് വിപിൻ മാജിക്. ഒരു മകൻ്റെ ആംഗിളിലൂടെയാണ് അയാൾ ആ കോമഡിയെ കാണുന്നത്. ആ ട്രോൾ വീഡിയോ ആവർത്തിച്ച് കണ്ടാൽ ആ അച്ഛൻ വീഴുമ്പോൾ മകൻ കരയുന്ന ശബ്ദം കേൾക്കാമെന്നും അതിൽ നിന്നാണ് താൻ ആ സീൻ ഒരുക്കിയതെന്നും വിപിൻ ദാസ് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒരു ഹിറ്റ് ചിത്രത്തിന് ശേഷം അതിൻ്റെ 2ാം ഭാഗവും വൻ വിജയമാക്കിയതിലൂടെ മലയാളത്തിലെ ഏറ്റവും കരുത്തുള്ള സിനിമാ ഫ്രാഞ്ചൈസികളിലൊന്നായി വാഴയെ അദ്ദേഹം മാറ്റി. ഇതിൻ്റെ തുടർച്ചയായി വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് എന്ന ചിത്രവും വിപിൻ ദാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
വാഴ ടൂവിൻ്റെ മാർക്കറ്റിംഗ് രീതികളും വേറിട്ടതായിരുന്നു. പരമ്പരാഗതമായ പ്രൊമോഷൻ രീതികളിൽ നിന്ന് മാറി സോഷ്യൽ മീഡിയ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നതിൻ്റെ പാഠപുസ്തകമായും ഈ സിനിമ മാറി. നവാഗതനായ സവിൻ സംവിധാനം ചെയ്ത ഈ ചിത്രം വെറും 10 കോടി രൂപ ബജറ്റിൽ ഒരുങ്ങി 20 ദിവസത്തിനുള്ളിൽ 1000% ലാഭം നേടി മലയാള സിനിമയിൽ പുതിയൊരു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ പ്രേക്ഷകരിലേറെയും ജെൻസിയാണ്. എന്നാൽ എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. ആദ്യ 2 ദിവസങ്ങൾ ഈ സിനിമ കാണാനെത്തിയത് കൂടുതലും യുവാക്കളായിരുന്നെങ്കിൽ അതിനുശേഷം കുടുംബങ്ങളാണ് കൂടുതലായി എത്തിയത്. സ്റ്റാർഡമല്ല, നല്ല കണ്ടന്റാണ് സിനിമയുടെ വിജയത്തിൻ്റെ ആണിക്കല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വാഴ 2. ഇപ്പോൾ വാഴ 3 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ നിർമ്മാതാവും സംവിധായകനുമായ വിപിൻ ദാസ്. പെൺകുട്ടികളുടെ കഥ പറയുന്നതായിരിക്കും 3-ാം ഭാഗം. വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. സോഷ്യൽ മീഡിയ താരങ്ങളെ മുൻനിരയിലെത്തിച്ച ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം വരുന്ന ചിത്രത്തിൽ ആരൊക്കെയാവും നായികമാരാകുക എന്നത് വലിയ ചർച്ചയാണ്. സോഷ്യൽ മീഡിയ താരങ്ങളെ സിനിമാ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന വാഴ യൂണിവേഴ്സിലേക്ക് ഇനി കടന്നു വരിക ആരൊക്കെയാകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. വാഴയുടെ ശൈലി പിന്തുടർന്ന് ഇതിലും വലിയൊരു താരനിരയെ പ്രതീക്ഷിക്കുന്നില്ല. പകരം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ അഭിനയശേഷിയുള്ള പെൺകുട്ടികളായ ഇൻഫ്ലുവൻസർമാരെ ആയിരിക്കും പ്രധാന വേഷങ്ങളിലേക്ക് പരിഗണിക്കുന്നതെന്ന് കേൾക്കുന്നു. ചിത്രത്തിനായി വലിയ തോതിലുള്ള കാസ്റ്റിംഗ് കോളുകൾ നടക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഹാഷിറിനെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ പുതിയ മുഖങ്ങളെ കണ്ടെത്താനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതെന്നും കേൾക്കുന്നു. ഹാഷിർ, അലൻ, അജിൻ തുടങ്ങിയവർ അതിഥി വേഷങ്ങളിലോ അല്ലെങ്കിൽ കഥയുമായി ബന്ധപ്പെട്ട ചെറിയ റോളുകളിലോ വരാൻ സാധ്യതയുണ്ടെന്ന് ചില സൂചനകളുണ്ട്. എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. 3-ാം ഭാഗം സംവിധാനം ചെയ്യുന്നത് വിപിൻ ദാസിൻ്റെ സംവിധാന സഹായിയായിരുന്ന വിശ്വൻ ശ്രീജിത്താണെന്നും പറയപ്പെടുന്നു. വിപിൻ തന്നെയാണ് 3-ാം ഭാഗത്തിൻ്റെയും തിരക്കഥ. വിപിൻ ദാസ്, ഹാരിസ് ഡസോം, PB അനീഷ്, സഹു ഗരപ്പട്ടി, ആദർശ് നാരായൺ, ഐക്കൺ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം. അങ്കിത് മേനോൻ തന്നെയാണ് 3-ാം ഭാഗത്തിൻ്റെ മ്യൂസിക് സൂപ്പർവൈസർ. അടുത്ത വർഷം ചിത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും വിപിൻ ദാസ് അറിയിച്ചിരിക്കുകയാണ്. സമാനതകളില്ലാത്ത വിജയമാണ് വാഴ 2 നേടിയിരിക്കുന്നത്. വെറും 7 ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു. ജെൻസിക്കൊപ്പം സുധീഷ്, ബേജുകുട്ടൻ, വിജയ് ബാബു, അൽഫോൺസ് പുത്രൻ തുടങ്ങിയ സീനിയർ താരങ്ങൾക്കും ഏറെ കയ്യടി കിട്ടുന്നു. വാഴ 2വിലെ സ്ത്രീ കഥാപാത്രങ്ങളും ഏറെ നന്നായിരുന്നു. അലൻ്റെ സഹോദരിയായി എത്തിയ വേദ ശങ്കറിൻ്റെ പ്രകടനവും ഈ ചിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒന്നായി വിലയിരുത്തപ്പെടുന്നു.